നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ചാവക്കാട് ചേറ്റുവയ്ക്കടുത്ത് മാട്ടുമ്മൽ നിന്ന് തിരിഞ്ഞ് 4 മണിക്കാറ്റ് എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്പോട്ടിൻ്റെ പ്രത്യേകത പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു. പ്രകൃതി രമണീയമാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു ഫാമിലി സ്പോട്ടും എൻ്റർടൈൻമെൻറ്റും കയാക്കിങ്ങും അങ്ങനെ പല സാധ്യതകളുമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ഥലത്തിന്റെ ശരിയായ പേരെന്താണ്? ഇത് കറുകമാട്. ചാവക്കാട് നിന്ന് 3 കിലോമീറ്റർ പോന്നാൽ കറുകമാട്. 4 മണിക്കാറ്റ് കാണുന്ന ഈ വെള്ളത്തിന് പുഴയാണത്. ഒരു മുല്ലപ്പുഴ എന്നാണ് ഇതിന്റെ പേര് പൂർവികമായിട്ട്. ഇവിടെ എന്താ ചെയ്യണേ? ഞാനിവിടെ ടോയ്സ് കച്ചവടം കുറെ നാളായിട്ടുണ്ട്. കുറെ തുടങ്ങിയ ഉടനെ തന്നെ വരാറ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോവിഡായിട്ട് ഇത് പൂട്ടിയിട്ട് പിന്നെ ഇപ്പോൾ തുറന്നപ്പോൾ ബിസിനസ് തുടങ്ങി. ഇതെല്ലാം ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. വൃത്തിയായിട്ട് അത് ഇദ്ദേഹം ചെയ്യണതാണ്. ആമീർ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഓണർ. അപ്പോൾ മൂപ്പര് ചെയ്യുന്നതാണ്. മനോഹരമായിട്ടുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണൽ കിട്ടുന്ന രീതിയിലാണ് മരങ്ങളൊക്കെ, വള്ളികളും മരങ്ങളും വേരുകളും വളരെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ടൗൺഷിപ്പിലൊക്കെ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നാൽ, പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് വളരെ സന്തോഷകരമായിരിക്കും. ഈ റൂട്ട് അവസാനിക്കുകയാണ്. അധികം സ്ഥലം ഇല്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയായിട്ടും കാണാനും നല്ല ഭംഗിയായിട്ടും ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 50 രൂപയാണ്. ഇവിടെ പല സാധ്യതകളുള്ളത്. ഒന്ന് ഈ തുഴവഞ്ചി, ഇത് കൂടാണ്ട് കൊട്ടവഞ്ചി ഉണ്ട്, പാഡൽ ബോട്ട്സ് ഉണ്ട്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ അതിൽ കയറാം. ശാന്തമായിട്ടും സന്തോഷമായിട്ടും ഒരു ഭയപ്പാടില്ലാതെ പോകാം. കാരണം നമ്മുടെ കയ്യിൽ ലൈഫ് ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് സാനിറ്റൈസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു സെക്യൂരിറ്റി ബ്രീച്ചിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. എല്ലാവർക്കും തന്നെ ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പുഴയിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇളം കാറ്റുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ പേടിക്കാനൊന്നും ഇല്ലയെന്ന് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പേര് അമീർ എന്നാണ്. ഞാൻ 4 മണിക്കാറ്റ്
മാനേജിങ് ഡയറക്ടറാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 4 മണിക്കാറ്റുള്ളത്. ചാവക്കാട് നിന്നൊരു 4 കിലോമീറ്റർ ദൂരം. ഇവിടെ വഞ്ചി സവാരി, പെഡൽ ബോട്ട്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ നമ്മുടെ മെയിൻ കയാക്കിംഗ് ആണ്. തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ കയാക്കിംഗ് ക്ലബ്ബാണ് ഇവിടെ. പിന്നെ കയാക്കിംഗ് ടൂറുണ്ട് നമുക്ക്, പിന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 9 മണി വരെ. അതുപോലെ തന്നെ ഈവനിങ്ങിലും കണ്ടൽക്കാട് കാണാനുള്ള കയാക്കിംഗ് ടൂറുണ്ട്. കയാക്കിനോട് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ മുതലേ എനിക്ക് കയാക്കിങ്ങിനോട് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു കയാക്കിംഗ് ക്ലബ്ബ് തുടങ്ങാനും അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ആ ഒരു സമയത്ത് തുടങ്ങിയെന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ആൾക്കാർ കയാക്കിംഗ് ചെയ്യാൻ വരുന്നുണ്ട്. ഇതൊരു അഡ്വഞ്ചർ സ്പോർട്സാണ്. മാത്രമല്ല ഇതൊരു ടൂറിസം മേഖലയിലേക്ക് പറ്റിയ ഒരു വാട്ടർ സ്പോർട്സിൻ്റെ ഒരു സംഭവം കൂടെയാണ്. പിന്നെ കയാക്കിനോട് നമുക്ക് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയെ സംരക്ഷിക്കുക, പുഴയിലുള്ള മാലിന്യങ്ങൾ എടുത്ത് മാറ്റുക, അങ്ങനെ പുഴനെ കൂടുതൽ ക്ലീനാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെയാണ് ഈ കയാക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. നാലുമണിക്കാറ്റിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കയാക്കിങ്ങിൽ നമ്മൾ പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ LST അതുപോലെ പാസ്സായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ്. പിന്നെ ഞാനും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകളുണ്ട്. അതുപോലെ വഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മളെല്ലാ വഞ്ചിയിലും പോയും ലൈഫ് ജാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സേഫ്റ്റി മൊത്തം. പിന്നെ നമ്മുടെ കയാക്കിലായി കഴിഞ്ഞാൽ 2-3 പേര് കയാക്ക് നമ്മുടെ കൂടെ തന്നെ അവരെ കൂടെ തന്നെ ഉണ്ടാവും, അവർക്ക് വേണ്ട ആവശ്യത്തിനൊക്കെ. തള്ളിയാൽ തള്ളും. ഞാൻ തള്ളാണ് പതുക്കെ, നമുക്ക് കാണാം. വേഗം മുന്നോട്ട് പോയി തുടങ്ങി. അപ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റിൽ കൂടുതൽ തുഴയണം, നേരെ പോകണമെങ്കിൽ ഒരുമിച്ച് തുഴയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ എനിക്ക് തോന്നട്ടെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കയാക്ക് ഇങ്ങനെ തുഴയണത്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു യാത്ര ആദ്യമായിട്ടാണ്, നീന്താൻ പോലും അറിയില്ല. ധൈര്യത്തിലാണ്? അതെ, ധൈര്യത്തിലാണ്. ഒരു പേടിയില്ല? ഇല്ല. മാംഗ്രോവ്സിൻ്റെ അടുത്തെത്തിട്ടോ. നമുക്കറിയാം മാംഗ്രോവ്സിനെ തിരിച്ചറിയുന്നത്, കണ്ടൽക്കാടുകൾ തിരിച്ചറിയുന്നത് അതിൻ്റെ താഴേക്ക് ഉയർന്നു നടക്കുന്ന വള്ളികളാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മരമായിട്ട് മുകളിലേക്ക് കയറി വരും. ഇത് പല പക്ഷി ജീവജാലങ്ങളുടെയൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്നതാണ്.
ഇത് ഗംഭീര പരിപാടി കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കിയേ, 2 തെങ്ങുമ്മ നമ്മള് തേങ്ങ ആടുണ്ട്. പുഴയിലേക്കാണ് ഇതിന്റെ ഇത് പറക്കണ പോലെ തോന്നും നമുക്ക്. സ്ഥലം പിന്നെ 2 ഏക്കറിൽ വെച്ച് തുടങ്ങിയതാണ്. അത് പിന്നെ അത് തൃശ്ശൂർ ജില്ലയിലെ ഒരു നീളം കൂടിയ പാർക്ക് ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ പുഴയോട് അടുപ്പിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളും കൂടെ പുതിയതായിട്ട് പ്ലാനിങ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെയിൻ ഫോറസ്റ്റാണ്, ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റാണ്. ചെറിയ കുട്ടികൾ 5-ാം വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സ്കൂളിൽ നിന്നൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ. ഒക്കെ എല്ലാം ആർട്ടിഫിഷ്യലാണ്. പക്ഷെ അതിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ. അത് മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് അതിൽ പക്ഷികളെ ഇടാനുള്ള ഒരു പരിപാടിയാണ്. അത് പിന്നെ കുറച്ച് കഴിയും, സമയമെടുക്കും. ഞങ്ങൾ ഫോട്ടോയിലും വീഡിയോസിലൊക്കെ ഇങ്ങനെ കയാക്കിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചേറ്റുവ എന്നുള്ള സ്ഥലത്ത് അറിയായിരുന്നു. ഇപ്പോഴാണ് വരാൻ ഒരു അവസരം കിട്ടിയത്. വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷേനേക്കാട്ടിലും വളരെ നല്ല അന്തരീക്ഷമാണ്. ഇവിടുത്തെ ഇന്നത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ഇന്നിപ്പോൾ അധികം തിരക്കില്ല. എല്ലാം കൊണ്ടും നല്ലൊരു വൈബാണ് ഇവിടെ. പിന്നെ കയാക്കിംഗ് ഇവരുടെ ക്ലബ്ബ് നന്നായിട്ട് അവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ നല്ല അന്തരീക്ഷം, അവരിങ്ങനെ ഇരിക്കാനും സൺസെറ്റ് ഈവനിങ് ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൂഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കയാക്കിംഗ് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യണത്. വിചാരിച്ചതിനേക്കാൾ നമുക്ക് സിമ്പിളാണ്. പിന്നെ അവരാദ്യം കുറച്ച് ട്രെയിനിങ് ഒക്കെ തന്ന് അവർ അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം നോക്കി ഇപ്പോൾ നമ്മളെ പിന്നീട് വേറൊരു സ്പോട്ടിലാണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കുള്ള ടൂറ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. 4 മണിക്കാരുടെ ടൈം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7:30 മണി വരെയാണ് ടൈമിങ്. അതിൻ്റെ ഉള്ളിൽ ബ്രേക്കൊന്നുമില്ല. പിന്നെ ഓഫ് ഡേയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫീസ് പെഡൽ ബോട്ട്, കൊട്ടവഞ്ചി, വഞ്ചി സവാരിയൊക്കെ 50 രൂപയാണ്. അതുപോലെ കയാക്കിങ് ഹാഫ് ആൻ അവർ 100 ആണ്. പിന്നെ കയാക്കിംഗ് ടൂറ് 3 കിലോമീറ്റർ ദൂരം കയാക്ക് ചെയ്ത് പോയിട്ടാണ്. അപ്പോൾ അതിന് 500ഉം ഈവനിങ് ടൈമിൽ 650 ആണ് ചാർജ് ചെയ്യണം. അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. കൂട്ടുകാരെ, നമ്മൾ 2:30 വന്നതാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാർമേഘം ഉണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല. അത് കാരണം വളരെ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ ചെയ്തത് റെയിൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടുത്തെ അനുഭവം നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ അപ്പം തന്നെ നമ്മൾ തുഴവെള്ളത്തിലൂടെ ശാന്തമായിട്ട് ഒഴുകി ഈ കായലിലൂടെ. അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരിക്കലും മിസ്സാവാൻ പാടില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആ ഊഞ്ഞാൽ. കാരണം ഊഞ്ഞാലിങ്ങനെ ആടുമ്പോൾ നമ്മൾ കായലിലേക്കാണ് ആടി പുറത്തേക്ക് വരുന്നത്. അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കയാക്കിങ്ങിൽ വന്നു. 2 മണിക്കൂറിലധികമായി നമ്മളിവിടെ തുടയണു. ആർക്ക് വേണമെങ്കിലും കയാക്കിംഗ് പരീക്ഷിക്കാം. ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു പ്രായപരിധി ഉണ്ട്. പക്ഷേ ഫാമിലി ആയിട്ട് വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് നേരം എങ്ങനെ തുടരേണ്ടതെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തുടഞ്ഞു വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ കണ്ടു കാണും, നമ്മൾ കൊച്ച് സ്പേസിലൂടെ വരെ മാംഗ്രോവ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തുടയാൻ ശ്രമിച്ചു. വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും ഇവിടെ വരണം. നമുക്ക് തൃശ്ശൂർ ഈ ചാവക്കാടിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് ഈ തൃശ്ശൂരിൻ്റെ ഉള്ളിൽ തന്നെ പ്രത്യേകിച്ച് ടൗണിലുള്ളവരൊക്കെ നമുക്ക് വേറെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസാണ്. ഞാൻ വിദേശത്തൊക്കെ കുറേ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അവിടെ കിട്ടുന്നതിലും വലിയൊരു എക്സ്പീരിയൻസ് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ കയറുമ്പോൾ ഇനി ഫുഡ് കോർട്ടുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അതിനും പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആസ്വദിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും
വന്ന് ഈ ഒരു എക്സ്പീരിയൻസിൽ ഭാഗമാകണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.